ഇതെന്തൊരു Sky Sports League at Tyagaraja Stadium, Delhi, at least with the 3 crore prize pool. What? എന്താ 3 കോടി പ്രൈസ് പൂളോ? എന്തോന്ന് Use this page to list down the events which need to be resumed once Battle India comes back. അയ്യോ 3 കോടി പ്രൈസ് പൂളിലൊക്കെ ഇവന്റ് വരുവാണെങ്കിൽ എടേ ഇവിടെ പിള്ളേരെല്ലാം മറ്റേ പഠിക്കാൻ പോണേക്കെ നിർത്തി ഗ്രൈൻഡിങ് തുടങ്ങും കേട്ടാ. ഇവിടെ വിഷയമായിരിക്കും. ഇവിടെ തിരിച്ചു വന്നാ മതി. വരുമ്പോ ഇനി അടുത്ത ഇവിടെ ചന്ദ്രനൊക്കെ ഫുൾ ടൈം പബ്ജി ആയിപ്പോ കളിക്കുന്ന PC. അത് പബ്ജി PC അല്ലേ, ഇത് BGMI. അത് പബ്ജി PC, ഇത് BGMI. ആർക്ക്? ഡ്രീമറിനാ? യെസ് പവറിനെ തോപ്പിക്കാനോ? ജോഗി അവനെ പെടിപ്പിച്ചു വിടും അവനെ, ഡ്രീമറിനെ. അവനൊരു ബോട്ടിനെ അടിക്കാനുള്ള കേബിലിറ്റി പോലും ഇപ്പൊ ഇല്ല ബോട്ടിനെ അടിക്കാൻ. ജോക്കി ഞാനും ജോക്കിയും വിനീതും കൂടെ കഴിഞ്ഞ ദിവസം BGMI ഇൻസ്റ്റാൾ ചെയ്ത് എന്റെ അമ്മ ആടിച്ച് തൂരിച്ചു കളഞ്ഞേട്ടാ. ആടിച്ച് തൂരിച്ചു കളഞ്ഞു കൈസ്. ഒരു TDM എനിക്ക് 5 കില്ല് എടുക്കാൻ പറ്റണല്ലോ ഒരു TDM. പക്ഷെ എന്റെ അമ്മോ, ഇത് ഗ്രൈൻഡ് ചെയ്ത് വെച്ചവരൊക്കെ രക്ഷപ്പെടും കേട്ടാ, ഉറപ്പാണ്. ഗ്രൈൻഡ് ചെയ്ത് വെച്ചവരൊക്കെ രക്ഷപ്പെടും. പക്ഷെ എന്റെ അമ്മോ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഇത് എങ്ങനെ കളിക്കൂടെ? എനിക്ക് കണ്ണുപോലും കാണുന്നില്ല. ജോക്കിയൊക്കെ എടുത്തിട്ട് പണ്ണണം. മിത്തിക് ഫാഷൻ എന്ത് മിത്തിക് ഫാഷൻ ടൈറ്റിലൊക്കെ ഇട്ടാണ് പാടി മേടിക്കുന്നത്. ഞാനും ഒന്നും പറയാനില്ല. അയ്യോ ഒരു സെക്കൻഡ് റൊമാൻറ്റിക് ആണ് കേട്ടോ. ഇതെല്ലാം റൊമാൻസ് ആണ് കേട്ടാ. നിങ്ങളെല്ലാരും അത് മനസ്സിലാക്കണം. ഇത്രയും ബുദ്ധിയില്ലാത്തൊരു പട്ടി. റൊമാൻസ് ഉണ്ടാ മൊത്തം ചിരിയൊക്കെ ഉണ്ടാ. എന്ത് റൊമാൻറ്റിക് അല്ലേ നമ്മ ചന്ദ്രൂടെ. എടാ എന്താടാ ഇതൊക്കെ? അലീനയുടെ ചന്ദ്രന്റെ റൊമാൻസ് അല്ലേ ഇതൊക്കെ? നിങ്ങൾ അങ്ങനെ പുച്ഛിക്കരുത്. എനിക്ക് ആരുടെ ഈഗൊന്നുമില്ല. എനിക്ക് വല്ല കിടല കപ്പിളാണ്, മനസ്സിലായ? ഇത് പാർട്ട് 1 അണ്ണാ. ട്രൂ ലവ് കണ്ടാ? എന്നെ മറക്കണം പ്ലീസ്. എല്ലായിടത്തും റൊമാൻസ് കേട്ടാ. അങ്ങനെ പറയില്ല സ്കാർലറ്റ്, അത് മറക്കണം പ്ലീസ്. സ്കാർലറ്റാ? കാരണം എനിക്ക് പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടി ഇത്ര സമയം സ്പെൻഡ് ചെയ്ത് കഷ്ടപ്പെട്ട് ഇവിടം വരെ വരുന്ന അറിയും. എന്തിനാ ഞാൻ അവിടെ പോയി നിൽക്കും ഒരുപാട് തവണ. ഈ TKRP ഇപ്പൊ ഒരു വില ഇല്ലാത്തത് എനിക്ക് മാത്രമേ ഉള്ളല്ലേ? അല്ലേ? സത്യമല്ലേ? അതിന്റെ ഇടയ്ക്ക് അവന്റെ സത്യം ട്രൂ എനിക്കറിയാം. അത് നീയൊക്കെ പറയുമെന്ന് എനിക്കറിയാം. അതറിയാം. ഈ സ്പാം ഞാൻ പ്രതീക്ഷ തന്നെയാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഇത് ഞാൻ പ്രതീക്ഷയാണ്. എല്ലാത്തിന്റെ പേര് അത് തൊട്ടോട്ട് നോക്കുന്നുണ്ട്. നിഞ്ച ചുണ്ണി എന്തിനാ ഇതിന്റെ പേര്? എല്ലാത്തിന്റെ പേര് അത് നോക്കി നോക്കട്ടെ. അല്ലണ്ടാന്ന് ഒരുത്തനെങ്കിലും പറഞ്ഞില്ല. ഒരുത്തൻ പോലും പറഞ്ഞില്ല. ഒരുത്തൻ DJ ചാർലി ഉണ്ടടാ, അവനെ മോഡറേറ്റർ ആക്കട്ടെ. പ്രയാഗ് CSK DJ ചാർലി ഉണ്ടടാ, നിന്റെ ഞാൻ മോഡറേറ്റർ ആക്കണം. അടുത്ത മാക്സ് ടീച്ചർ, സപ്പോസ് രാജു ഹാസ് 2 bananas, lay me and my boys.
സത്യം കുറെ തൊലിഞ്ഞ ചോദ്യമുണ്ട്. അയ്യോ നൈസ് നൈസ്. ഹലോ അലീന, നിന്റെ അച്ഛൻ പറ്റുന്ന രണ്ടാമത് എത്ര കുട്ടികളുണ്ട്? നിങ്ങളാ കപ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഫ്രീഡം കണ്ടാ നിങ്ങളെ? എടാ പോടാന്നൊക്കെ വിളിക്കാനുള്ളൊരു അത് അങ്ങോട്ടും കൊടുത്തൊരു വിളിക്കുക. എന്തൊരു കപ്പിൾസ് ആണല്ലേ, കിടിലല്ലേ. ആലീനയും ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കപ്പിൾ. എനിക്കിതിനൊന്നും ഒരു വിഷമവും ഇല്ല. ഹലോ അലീന, നിന്റെ അച്ഛൻ പറ്റുന്ന രണ്ടാമത് എത്ര കുട്ടികളുണ്ട്? ശരി ശരി ശരി. ദേഷ്യം വിടുമ്പോ അലീനെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. അമ്മാവൻ പിള്ളേരെ പേരിടുമ്പോഴത്തേക്കും നല്ല പേര് നോക്കിയതാ. എന്റെ അച്ഛനല്ലേ പട്ടിക്കുട്ടികളായിരിക്കും. ഒരെണ്ണം തന്നെ തരണേ. എടി ഇങ്ങനത്തെ ഈ ഒരു ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റൂല. ഇങ്ങനെ പിള്ളേരെ കാര്യമാണെങ്കിൽ പറ്റൂല. ഇപ്പൊ എനിക്ക് കുറച്ച് ബിസിയാ. ഞാൻ കുറച്ച് നടക്കാൻ പോണ കാര്യമില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. വേറെ കിട്ടി 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 കിട്ടി. ചൊറഞ്ഞു മേടിച്ചല്ലേ, അത് വേണ്ടത് ചേട്ടാ. നൈസാണ്. ഇത് ഏതാ ഒന്നും രണ്ടും പാട്ടാണോ? ഇത് മനസ്സിലാവണല്ലോ. അത് ഇത് പ്ലേ സാറേ പെറ്റ് ഷോപ്പ് ഉണ്ട് സാറേ. കണ്ണൻ എന്ന് പറഞ്ഞൊരു കൂത്തിപ്പട്ടി ഉണ്ട്. ഓ സാറേ, ഒരു പട്ടി ഗ്രൂപ്പ് കണ്ണാപ്പിന്ന് പറഞ്ഞൊരു കൂത്തിപ്പട്ടി ഇറക്കണേ. ദയവ് ചെയ്ത് ആ വണ്ടി ഒന്ന് തിരിച്ചു. വണ്ടി തിരിച്ചു സാറേ. അതായത് ഒരു 2 AR സെറ്റ് ആക്കി സാറേ. നിങ്ങൾ 2 AR കോൺഫിസ്കേറ്റ് ചെയ്ത സാധനം തിരിച്ചു. അപ്പൊ ഞാൻ ഈ സാറിനെ കൊണ്ടുപോണേ. സാറേ ഞാനിക്കോ അതെവിടെ പോയി അങ്ങനെ പറന്ന് എവിടെയെങ്കിലും കേട്ടാ തരുന്നുണ്ട്. സാർ ഒരു ഒബ്സ്ട്രക്ഷൻ ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞ ഫൈൻ ഉണ്ട്. സാർ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ എന്ന് പറഞ്ഞ ഫൈൻ ഉണ്ട്. ഓട്ടോറിക്ഷ അല്ലേ പോലീസ് ഉണ്ട് അടുത്ത്? അറ്റൻറ്റീവായിട്ടുള്ള ആൾക്കൂട്ടം. ഇത് കേട്ടോ, ചന്ദ്രന്റെ ഒരു കോമഡി കേട്ടോ കേട്ടോളെ. തരുന്നുണ്ട്. സാർ ഒരു ഒബ്സ്ട്രക്ഷൻ ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞ ഫൈൻ ഉണ്ട്. സാർ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ എന്ന് പറഞ്ഞ ഫൈൻ ഉണ്ട്. ഓട്ടോറിക്ഷ അല്ലേ പോലീസ് ഉണ്ട് അടുത്ത്? അതെ സാർ, അറ്റൻറ്റീവായിട്ടുള്ള ആൾക്കൂട്ടം. ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ എന്ന് പറഞ്ഞ പറയാ, ഓട്ടോറിക്ഷ അല്ലല്ലോ, മറ്റേ പോലീസ് വണ്ടിയല്ലേ എടുത്തത്. ഇവന്റെ കപ്പിളാർപ്പ് എനിക്കിപ്പോ അങ്ങോട്ട് സഹിക്കണില്ല കേട്ടോ. എനിക്ക് തീരെ പിടിക്കണില്ല. അങ്ങനെ നമ്മൾ ഒരുമിച്ച് നിന്നാ നമുക്കതൊരു തീരുമാനമാകാം. എനിക്ക് സത്യം പറയല, ഇപ്പൊ സിറ്റിയില് കപ്പിളാർപ്പ് കളിക്കണ ആകെ ഇവൻ മാത്രമാണ് കേട്ടോ. അത് എനിക്ക് എന്തോ ഒരു എനിക്ക് തീരെ എനിക്ക് അസൂയ. നിനക്ക് അസൂയ ഉണ്ടാ? എനിക്ക് എന്തിനാ അസൂയ? ഇത് കണ്ടിട്ട് അസൂയപ്പെടാൻ എന്തിരിക്കണതില്ല. ഇത് അസൂയൊന്നും അല്ല. നമുക്ക് ആർക്ക് വേണേലും എപ്പോ വേണേലും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അത്. സത്യം പറഞ്ഞ നമ്മൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലെന്ന് പറയൂ ആരെങ്കിലും പറയോ? അത്ര അതൊന്നും അല്ല ഇവിടെ പ്രശ്നം. അതൊന്നും അല്ല. കണ്ണീര് തുടക്കിട്ടാ ആദ്യം. ബാബു കണ്ണും കണ്ടൂടാ. ബാബു ഓ DJ ചാർലിക്കും പുഷ്പയ്ക്കും താഴെയാണ് ഇപ്പൊ TV ബാബുവിന്റെ TV വാസുവിന്റെ വില എന്നാണ് പിള്ളേർ ഇവിടെ പറയണേ. ഭയങ്കര പ്രശ്നമാണ്. കയർ ഓർഡർ ചെയ്തിട്ട് എത്ര നാളായി, ഇതുവരെ വന്നില്ല. ഭയങ്കര ക്രിഞ്ചല്ലേ? ഭയങ്കര ക്രിഞ്ച്. ഞാൻ നന്നായി. ഞാൻ ഇന്ന് അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാനേ പറ്റൂലോ. ഇത് ഒന്നും പറയല്ല. 3-year-old COD beast. പയ്യൻ വീഡിയോ പ്ലേ ചെയ്ത് കൊടുത്തേക്കുവാണോ? അല്ലല്ല അതൊന്നുമല്ലോ. എന്റെ അമ്മേ, ഇവനൊക്കെ ഒരു 10 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് എന്തുമായിരിക്കും ഇല്ലേ? വലിയ ടിവിയിലൊക്കെ ഇരുന്ന് കളിക്കും. ടിവിയിലൊന്നും കളിക്കത്തില്ല. അതവര് ചെറുക്കൻ ജയിലിലായിരിക്കും. വലിയ നോക്കിടുന്ന ആരെല്ലാം വെടി വെച്ചിട്ട് ജയിലിൽ പോവില്ലേ ഇവരൊക്കെ? ചന്ദ്രതീയാ എന്നെ രക്ഷിക്കാൻ വന്ന അവൻ എന്നെ കെട്ടി അവിടെ ഇട്ട്. എന്റെ ബാഡിയിൽ സ്കോപ്പ് കിടപ്പുണ്ട്. വെടി വെക്കണ ബുള്ളറ്റിനകത്ത് തീട്ടവേ. നീ ചത്ത
അവൻ കൊന്നില്ലല്ലോ, അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? എന്തോ മാസായിട്ട് ഞാൻ കണ്ടതാ. Will he give up? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. ആ കൊന്നതാരെന്ന് മനസ്സിലായ സുനിമോനെ ടീംമേറ്റിനെ സുനി റിവൈവിലിടുന്ന സുനി എഡിറ്റ് വരുന്ന ആദ്യം. എന്തിനു പറയണ? ഇതാണ് പബ്ജി കളിക്കാതെ. പബ്ജിയിൽ ടീം ഫയർ ഉണ്ട്, ഭയങ്കര പ്രശ്നമാണത്. Me and my homie who have a dirty mind. എന്തിനു കേട്ടില്ല? ഇത് പിന്നെ പണ്ടുള്ള സുഖടാണ് അവന്റെ. ഡോക്കിയുടെ ഗിയർ വെച്ച് കാണിക്കണ പണ്ടുള്ള സുഖടാണത്. പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണത്. വലിയ ഗീറാണ്. ഇവന്റെ ചെറുതാണ്, ഞാൻ പറഞ്ഞ വലുതാണ്. നോക്കി കാണിക്കണ വലിയ സാധനമാണ്. അത് ഇത് കൈ എടുക്കണ ഈ ഒരു ഗീറുണ്ട്, പെട സാധനമാണ് ഈ സാധനം. ഇത് ഈ ഒരു സാധനം എത്രത്തോളം അടിപൊളിയാന്നുള്ളത് നിങ്ങൾക്കത് ശരിക്കും കണ്ടാൽ മനസ്സിലാവും. അതായത് പിടിച്ചു നോക്കിയാൽ മനസ്സിലാവും. ക്രിസ്മസിന്റെ സാധനം കിട്ടില്ലോ. അതെ 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 അതെ. 75 lakh. Any bids? 75 lakh for Noose. Kanimangalam. എന്തിനാ ഇത് ഇന്നലത്തെ ജ്യൂസാ? ഇതാ ജ്യൂസ് അല്ല, അതാരുടെ പേരാ? ഇത് മറ്റേ അഡ്വർടൈസ്മെന്റും ഇവന്റ് മാനേജ്മെന്റിന്റെ കിടന്നപ്പോഴത്തെ സിറ്റി സാധനങ്ങളെല്ലാം വിറ്റുപോയാ? എല്ലാം വിറ്റുപോയി. ഇനി ഇൻഡിവിജ്വൽ ആയിട്ട് വിളിക്കാൻ ഒന്നുമില്ല, ബാക്കി എല്ലാം പോയി. ഒന്നുമില്ലല്ലേ? ഒരു 1500 കോലിക്ക് മേടിച്ച മറ്റേ ഗൺ ഷോപ്പ് അവിടെ കിടന്ന് തുരുമ്പെടുക്കണം. ഇനി പുതിയത് മേടിക്കാം. മേടിക്കാൻ പൈസയും വേണം. 75 lakh for Noose. Kanimangalam. Kanimangalam 75 lakh. നമുക്ക് ഇപ്പോഴേ വിളിക്കണ്ട, പയ്യെ വിളിച്ചാൽ. Kanimangalam 75 lakh. RIP 80 lakh. RIP 80 lakh. Kanimangalam. ചാളക്ക് വില പറയണല്ലോ, പറയണ നോക്കിക്കൊണ്ട വില. കടവക്കൊന്നൽ 3 കോടി. ഒരു കൊല്ലം കൊണ്ട് 3 കോടിയാ? അതൊന്നും അല്ല, പോവും. കടവക്കൊന്നൽ 3 കോടി 53 ലക്ഷം. 3 കോടി 50. കടുവാക്കൊന്നേൽ 5 കോടി 43 ലക്ഷം. 2 തരം 5.5 CR. 5.6 CR. CRK 5.5 CR. കടുവക്കൊന്നേൽ 5.6 CR. കടുവാക്കൊന്നേൽ കോടി 60 ലക്ഷം. 1 തരം. കടുവാക്കൊന്നേൽ 5 കോടി 60 ലക്ഷം. 2 തരം. Any more bids? Final call. കടുവാക്കൊന്നേൽ 5 കോടി 60 ലക്ഷം. 1 തരം. Sold. കടുവാക്കൊന്നേലിന് 5.6 CR. ഇനി ഞാൻ സത്യം പറയട്ടെ, ന്യൂസ് ലാഭം കേട്ടോ, ഞാൻ നിങ്ങളെ പറ്റിച്ചതാണ്. പറഞ്ഞുള്ള ന്യൂസിലെ അഡ്വർടൈസ്മെന്റ് അല്ലേ? 5 കോടിയല്ലേ? 5 കോടി 60 ലക്ഷം. 5.5 കോടി. നമ്മുടെ മൊത്തത്തിലുള്ള ഇത് എത്ര പറയാ? ഗ്യാങ് ഫണ്ട് 4 കോടി. നമ്മുടെയാ? അല്ലേ, 4 കോടി ഇല്ലേ? 4 കോടിക്ക് നിന്റെ സാധനം വരെ എത്തി വെക്കണം. 4 കോടി പൈസ വരും, വരുമോ? 2 കോടി രൂപ പോലും ഇല്ല. 4 കോടി. നന്നായി. ഇവിടെ ആരാണ് മുമ്പേ ആരും ചോദിച്ചായിരുന്നേ ഇതിന്റെ 11K വ്യൂവേഴ്സ് ഒക്കെ ഇവിടെ പോയെന്ന്. എല്ലാരും വന്നിട്ടുണ്ട് കേട്ടോ. അവനെ ഒന്ന് വിളിച്ച് കാണിച്ചു കൊടുത്തേരും. അവനെ ഒന്ന് കണ്ടിട്ട് ഞാൻ ഇങ്ങനത്തെ ചില്ലറ കേസിലൊന്നും റിപ്ലൈ കൊടുക്കാത്തതാണ്. മോട്ടൽ ഗൈസ്, എല്ലാവർക്കും വെൽക്കത്തില്ലേ? ഗൈസ് എല്ലാവർക്കും വെൽക്കത്തില്ലേ? മോട്ടൽ. This boy has taken game globally. A gamer, a streamer, an entertainer. Please welcome Naman Mathur, aka
ഞാൻ ഒരു കാര്യം പറയട്ടെ guys. എനിക്ക് എന്ത് അവാർഡ് കിട്ടിയില്ലേലും എന്ത് ഇത് കിട്ടിയില്ലേലും എന്റെ പേഴ്സണൽ ഫേവറേറ്റ് എപ്പോഴും സ്കൗട്ട് ആയിരിക്കും. അയ്യോ അത് മാറില്ല. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മളൊരാളെ നേരിട്ട് കാണുമ്പോ ലൈക് നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യണോ അല്ല ബിഹേവ് ചെയ്യണോ ഒക്കെ ഒരു രീതി ഉണ്ടല്ലോ, അതും കൂടി വിലയിരുത്തിയിട്ടാണല്ലോ, അതും കൂടി ഇതാക്കിയിട്ടാണ് എന്താ ഞാൻ ആ ഒരു ഫേവറേറ്റ് പറഞ്ഞത്. ഓ നമ്മളെ അന്തേരിയില്ലേ 5.2 കോടിക്കാട്ടോ ഇന്നലെ വിളിച്ചേ. അന്തരിയാ അന്തേരി 5.2 കോടിക്ക് ഒരെണ്ണം എടുത്തു. മറ്റേ എന്തായിരുന്നു ഇവന്റ് മാനേജ്മെന്റ്. അതില് ആഡ് ഉണ്ടെന്നും പറഞ്ഞ അവന്മാർ എടുത്തത്. അവന്മാരെ അങ്ങനെ പറഞ്ഞു, പിന്നീട് അറിയുന്ന അതിൽ ആഡ് ഇല്ലെന്ന്. ഓഹോ അങ്ങനെ അണ്ണന്റെ അഭിപ്രായത്തിൽ ബോയ് ഫ്രണ്ടിന്റെ മുമ്പിൽ വെച്ച് ബോയ് ഫ്രണ്ട് എന്ന് വിളിച്ചിട്ടും എന്തുവാ അണ്ണന്റെ അഭിപ്രായത്തിൽ ബോയ് ഫ്രണ്ടിന്റെ മുന്നിൽ വെച്ച് ബോയ് ഫ്രണ്ട് വിളിച്ചിട്ടും അടുത്തിട്ട് വരാതെ സ്ട്രേഞ്ചർ ബോയ്സിന്റെ കൂടെ റോഡിൽ ഉത്സവത്തിന് തുള്ളുന്നത് തെറ്റാണോ? പ്ലീസ് റിപ്ലൈ. അണ്ണന്റെ അഭിപ്രായത്തിൽ ബോയ് ഫ്രണ്ടിന്റെ മുന്നിൽ വെച്ച് ബോയ് ഫ്രണ്ട് വിളിച്ചിട്ടും അടുത്തോട്ട് വരാതെ സ്ട്രേഞ്ചർ ബോയ്സിന്റെ കൂടെ റോഡിൽ തുള്ളുന്നത് തെറ്റാണോ? തെറ്റാണ്. അവളെ കളഞ്ഞേ നീ. പക്ഷെ വരുന്നില്ലെങ്കിലും നീ ഉള്ളപ്പോഴല്ലേടാ അതോർത്ത് നിനക്ക് സമാധാനിപ്പിക്കാം. വേണ്ട. അത് സ്ട്രേഞ്ചർ ബോയ്സ്. അത് സ്ട്രേഞ്ചർ ബോയ്സിന്റെ കൂടെ ബെസ്റ്റി ആണെങ്കിൽ പിന്നെയും പറയാം. ബെസ്റ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞു വെക്കായിരുന്നു. സ്ട്രേഞ്ചർ ബോയ്സ് സ്ട്രേഞ്ചർ ബോയ്സിന്റെ കൂടെ നിന്ന് തുള്ളണം. നീ പൊട്ടനാക്കില്ലേ? നീ ആര് ലോക പൊട്ടനാ? അത് ഇവന്മാരൊക്കെ വെള്ളമൊക്കെ അടിച്ച് എന്തൊക്കെ സാധനം വലിച്ചു കയറ്റിയിട്ടായിരിക്കും നിക്കുന്നത്. അതിനെപ്പറ്റി ഒരു ചിന്ത ഉണ്ടോ? സ്ട്രേഞ്ചർ ബോയ്സിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അത് വലിയ തെറ്റാണ്. അത് ജോക്കി അവനെ അവിടെ മുമ്പ് നിർത്തിയിട്ട് സ്ട്രേഞ്ചർ ബോയ്സിന്റെ കൂടെ ഉത്സവത്തിന് അവൻ ഡാൻസ് കളിച്ചെന്ന്. അവള് തുള്ളി. ഡാൻസ് അല്ല തുള്ളി. ഡാൻസ് ആണ് പോട്ടെ ജോക്കി. തുള്ളി അവിടെ പോയി അടിച്ച് കറക്കണ്ടേ. ബ്രേക്കപ്പ് ആക്കിയടാ. വേണ്ട ഒഴിവായടാ. ഉപദ്രവിക്കലടാ ശരീരം. നമ്മൾ ആർക്കും ഒരു ഭാരമായി നിൽക്കാതെ ഒഴിവായി പോയാ നൈസായിട്ട് ചിരിച്ചോണ്ട്. സിമ്പിൾ കാര്യം പറയാം. നമുക്ക് ഈ ബ്രേക്കപ്സ് കൂട്ടുന്നത് നല്ലൊരു പരിപാടിയാ. ഇവിടെ മുടങ്ങാതെ ഇവിടെ ഇരുന്നോളൂ. ഒന്നും പോകത്തില്ല. വിഷമം മാറാൻ നമ്മളുണ്ട് ഇവിടെ. നമ്മളുണ്ട് ഇവിടെ. ഇതിലും വലിയ മാർക്കറ്റിംഗ് ഉണ്ടാ. മനസ്സിലായോ? അതാ മാക്സിമം അറിയാവുന്ന റിയൽ ലൈഫിൽ അറിയാവുന്നതൊക്കെ റിയൽ ലൈഫിൽ അറിയാവുന്നത് എല്ലാം തീർത്ത് വിട്ടേക്കണം കേട്ടാ. ഇവിടെ സിംഗിൾ ആയിട്ടുള്ള എത്ര ഹാപ്പി ആയിട്ടുള്ള പിള്ളേരുണ്ടെന്ന് അറിയാവോ? ഹാപ്പി പിള്ളേർ എത്ര പേര്? കണ്ണമ്മ ഹാപ്പിയാണ്. കണ്ണമ്മ ഹാപ്പി ആൻഡ് സിംഗിൾ. കഴിഞ്ഞ മാസമാണ് വായി കിട്ടിയത്. അതിന്റെ ഇപ്പൊ സിഗ്മ എന്ന് പറഞ്ഞ നടക്കുന്നതാണ്. വന്ന് ഇവിടെ എത്ര പേരാണ് ചാറ്റില് സിംഗിൾ പിള്ളേരെ കൊണ്ട് നിറഞ്ഞടാ. ഹാപ്പി ആയിട്ടുള്ള സിംഗിൾ പിള്ളേരെ. ഹാപ്പി എല്ലാ പുതപ്പും തലാടയൊക്കെ കടിച്ചു പിടിച്ചായിരിക്കും കമന്റ് ഇടണേ. മക്കളെ ഞാൻ സിംഗിൾ ആയിട്ടാ. ഞങ്ങള് ബ്രേക്കപ്പ് ആയി. ഞാനും സിംഗിളായി. ഞാനില്ല അന്ന് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് സീനാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ തുറന്നു പറയുന്നില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ മതി. ഞാനും അങ്ങനെയാണ്. ഞാൻ സിംഗിളാണ്. സീരിയസ് ആയിട്ട് ഞാൻ സിംഗിളാണ്. ലൈവ് കാണുന്ന ആരെങ്കിലും മിങ്കിൾ ആവാൻ താല്പര്യമുള്ള പെൺകുട്ടികളാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്താൽ മതി. ഏത്? അതെ കണ്ണാപ്പിയും കൂടെ. കണ്ണാപ്പി 19 വയസ്സ്. നക്ഷത്രം ഏതാടാ? മകൻ നക്ഷത്രം. ഞാൻ എന്താ ഉത്രാടം നക്ഷത്രം. ഇപ്പൊ ഈ വരുന്ന ജൂൺ 22-ാം തീയതി എനിക്ക് 26 വയസ്സാവും. എന്താ അങ്ങനെ ജോലിയൊന്നും വേണമെന്നില്ല. അത്യാവശ്യം ഡിഗ്രി വരെ പഠിച്ച ഒരു കൊച്ചായിരിക്കണം. എന്നെ ഗെയിം ഒക്കെ സ്ട്രീം ചെയ്യാൻ സമ്മതിക്കണം.
പിന്നെ വേറെ ഇൻസ്റ്റാഗ്രാം റെസ്ട്രിക്ഷൻസ് പാടില്ല. നമ്മൾ ആരാധന ഉണ്ട് 1-2 പേരെടുത്ത് അത് കീപ്പ് ഇൻസ്റ്റാഗ്രാം റെസ്ട്രിക്ഷൻസ് ഒന്നും പാടില്ല. പിന്നെ പിന്നെന്താ അങ്ങനെ വേറെ ഇതൊന്നുമില്ല. വേറെ എനിക്ക് അങ്ങനെ ഇതൊന്നുമില്ല. താല്പര്യമുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഞങ്ങൾ രണ്ടുപേരെയും കോണ്ടാക്ട് ചെയ്യണം. ഞാനും ഉണ്ട്, ചുമ്മാ ഫ്രീ അല്ലേ. നിന്റെ കൊച്ചിനായിരുന്നു നോക്കാം. മകം പിറന്ന പുണ്ടേത്. നിന്റെ വാര വല്ല നോക്കാത്ത പോവല്ലോ. ഓൾഡ് ഈസ് ഗോൾഡ്. ഞാൻ അത് തരാൻ പോവുകയാണ്. ഇത് വിഷയമായിരുന്നു. ക്യാരക്ടർ വെച്ചല്ലായിരുന്നു ഇത്. ക്യാരക്ടർ നീ വാങ്ങിക്കണം. നീ എന്റെ ഒരു പോളൊക്കെ നീ വാടി. ഇത് പഴയ ലൈവാണ്. ഇത് പഴയ ലൈവാണ്. ഇത് പഴയ വിഷയമാണിത്. എന്തിന് തോള കണ്ട് പേടിച്ചു കാണുന്നു. എന്തിനു അയ്യേ ഇതൊക്കെ ആരും ചെയ്യണേ. എന്റെ അമ്മച്ചി സിമ്പിൾ മനുഷ്യൻ. ചന്ദ്ര ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. ഭയങ്കര വെപ്രാളം. അമ്മക്കുട്ടി പ്രഗ്നന്റ് ആന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്ന് വിളിക്കട്ടെന്നും പറഞ്ഞു കട്ട് ചെയ്തിട്ട് പോയി. ചന്ദ്രന്റെ വൃത്തിയോട് പറയല്ലേ. അയ്യോ ഞാൻ ഓർത്തില്ലടി, അവനതിനുള്ള കഴിവില്ലല്ലേ. ഇതെങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആരെ ഗേൾഫ്രണ്ടാ പറയണേ. എനിക്കിപ്പോ സമാധാനായി. നമ്മള് 3 ഒറ്റക്കെട്ടാന്ന് പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ട് ഊക്കാൻ പാടില്ല. വാക്കിറങ്ങിയോടാ പട്ടി നിന്റെ. തൊണ്ടവേദനയല്ലേ? വല്ലാത്ത വേദനയല്ലേ? വാസു കൂള് ക്രീം ആയിട്ട് വെക്കുന്നു. ഇപ്പൊ കൂള് ക്രീം ഒന്നും അല്ലടാ ഇത്. വേറെ എന്തോ കൂൾ ക്രീം. ഇത് മറ്റേ വെതറിന് വെക്കുന്ന സാധനം എന്തോ ആണ്. ചുണ്ടിലൊക്കെ തേച്ച് കിക്കാവുന്നു. അയ്യേ ക്യൂട്ട് കപ്പിൾസ് ഏട്ടാ. വീണ്ടും ക്യൂട്ട് കപ്പിൾസ്. അല്ല വാസവണ്ണനും എലിയും കലിപ്പനും കാന്താരിയും കളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കളിച്ചതുപോലെ ആവൂ. എടാ അതുപോലൊക്കെ വരുവാടാ ഇത്. അതൊരു ക്യൂട്ടാവോ? ഇത് ക്രിഞ്ച്. അത് ക്യൂട്ട്. പണ്ടത്തെ ജന്മത്തെ ശകുനിയല്ലോ. ചെറുതായിട്ട് ഇത് വീണ്ടും ഇവര് ഒന്നിക്കണ കണ്ടിട്ട് വേണം ചേട്ടാ എനിക്കൊന്ന് സമാധാനിക്കാൻ. പുതിന ചന്തു പുച്ച വേണ്ട. കട്ട പ്രാങ്ക് ആയിരുന്നു. പ്രാങ്ക് ഫുൾ ഓഫ് പ്രാങ്ക്. പറഞ്ഞു ആര് പറഞ്ഞു? പുതിന പറഞ്ഞു പ്രാങ്ക് ആയിരുന്നു. ഐഡിയ അല്ലേ? വേണ്ട. അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യുമല്ലോ. അല്ല ഇതെന്തിന് ഞാൻ എല്ലാവർക്കും ഒരുമാതിരി തട്ടി കളിക്കാനാണല്ലോ എന്റെ ഈ ഇത്. നമ്മള് പിന്നെ എനിക്ക് ഇനി എന്റെ കൂടെ നിൽക്കോ? എനിക്കിതൊന്നും തീരെ പിടിക്കുന്നില്ല കേട്ടോ. സത്യം പറയാം, എനിക്ക് തീരെ പിടിക്കുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെടണേ ഇല്ല എനിക്ക് ഇവനെ.
ഇനി പോസ്റ്റ് ചെയ്യില്ലെന്നാ ഇങ്ങനത്തെ നീ എന്താ ഇതെന്നാ ഇവിടെ പോസ്റ്റ് ചെയ്തത് ജോക്കി? ഇത് ഉമ്മാ ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഗ്യാങ്ങില് പെണ്ണ് പാടില്ലെന്ന് ഇവന്മാരെ കാണിക്കുന്ന തോന്നിവാസം കേട്ടോ അതെ, ഞാൻ അതുപോലെ ഡിസ്കോഡ് ഞാൻ ഇപ്പൊ സിംഗിൾ ആയിട്ടിരിക്കണം. ഞാൻ ഡിസ്കോഡിൽ കയറുന്നത് എനിക്ക് കുറച്ച് സന്തോഷമൊക്കെ വേണം. അതിന്റെ ഇടയ്ക്ക് റിലേഷൻഷിപ്പ് RP ഒന്നും കാണാൻ എനിക്ക് പറ്റൂല. ഇപ്പോഴേ പറയാ എനിക്ക് അറിഞ്ഞൂടാ ജോക്കി, ഇതൊക്കെ ആരാണ് കൊണ്ടിടുന്നത്? എനിക്ക് പറ്റൂല. ചന്ദ്രൻ അവന് പറ്റത്തില്ല കേട്ടോ പെണ്ണില്ലാതെ ഇപ്പൊ വന്നു പറ്റത്തില്ല. സത്യം പറഞ്ഞ അവനെ ഗാംഗിലും ബ്ലൈൻഡിലൊന്നും വെച്ചോണ്ടിരിക്കും. അവനെ എടുത്ത് കളാ ജോക്കി. എന്തിനു വെച്ചേക്കണേ നായൊക്കെ എടുത്ത് കളാ. ബിഗ് ബോസ് മലയാളം സീസൺ 5 പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന പേര് ഈ ഹിപ്സ്റ്റർ ഗെയിമിംഗ് പ്രണവിന്റേതാണ്. ആൾ എന്തായാലും ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. ബൂട്ട് ക്യാമ്പിൽ നിന്നും പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആളോട് ചോദിച്ചപ്പോൾ ബിഗ് ബോസിൽ പോകുന്നില്ല എന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് ഒരു പക്ഷേ വെറുതെ പറഞ്ഞതാകാം. കാരണം അത് ഇതാരാ ഈ വീഡിയോ ഇട്ടേക്കണേ? ബൂട്ട് ക്യാമ്പിൽ സ്ട്രീം ചെയ്യുവാ. അവൻ എവിടെ പോയത് എനിക്കറിയാം. ഇത് അവരാവശ്യത്തിന് പോയതാണ്. ഇത് കാരണം ബിഗ് ബോസിലേക്ക് പോകുന്നു എന്ന് തുറന്നു പറയാൻ ആർക്കും അനുവാദം ഇല്ലാത്തത് കൊണ്ടാകാം ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത്. ഒരു പക്ഷേ എന്നല്ല, എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ബിഗ് ബോസ് സീസൺ 5 എന്തായാലും പ്രണവിനെ എന്തായാലും ഉണ്ടാകുമെന്ന് ഒരു 90% ഞാൻ ഉറപ്പിക്കുന്നുണ്ട് പ്രണവിന്റെ പേര്. ഞാൻ കാര്യം പറയാം, ആരൊക്കെ ഈ വട്ടം ബിഗ് ബോസിൽ പോയാലും പാലാസജി സാറിനെ റിജക്ട് ചെയ്ത ബിഗ് ബോസ് ഞാൻ ഈ വട്ടം ബഹിഷ്കരിച്ചു. റിജക്ട് ചെയ്തെന്ന് പറഞ്ഞ വീഡിയോ ഇട്ടേക്കുന്നുണ്ട് പുള്ളി, ലൈവ് ഇട്ടേക്കുന്നുണ്ട്. അവനെ കണ്ടുകൂടാന്നും പറഞ്ഞ എന്റെ ജോക്കിയാണ് മെയിൻ നെഗറ്റീവ് പുള്ളി അവിടുത്തെ. എല്ലാത്തിനകത്തും ജോക്കി പോയി കമന്റ് ഇട്ട് നെഗറ്റീവ് കമന്റ്. പക്ഷെ ഞാൻ പറയട്ടെ ഗൈസ്, സത്യം പറഞ്ഞാൽ പുള്ളിയുടെ അകത്ത് നെഗറ്റീവ് പറയണ കമന്റ് പറയണതാണ് നല്ലത്. പുള്ളി ഓരോരുത്തരും പൊക്കെന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചില സമയത്ത് വിഷമം വരാറുണ്ട് കേട്ടാ. സത്യമായിട്ട് എനിക്ക് ചില സമയത്ത് വിഷമം വരാറുണ്ട്. അല്ല അങ്ങനെ താറ്റുന്നതാണ്. പക്ഷെ ഇത് ചേച്ചി ഇത് കേട്ടോ, ഇത് 100% ചേച്ചി ഡിസപ്പോയിന്റഡ് ആവും. ഇത് എനിക്ക് തോന്നുന്നില്ല. ബിഗ് ബോസ് ഭയങ്കര സീൻ കേട്ടോ. ബിഗ് ബോസിലൊക്കെ പോയി കഴിഞ്ഞാൽ ബിഗ് ബോസിൽ വിളിച്ചാ പോവോ? ഇല്ല ഞാൻ ഓൾറെഡി പറഞ്ഞ ഞാൻ വിളിച്ചാ പോകത്തില്ലെന്ന്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മറ്റേ ആർമികളൊക്കെ ക്രിയേറ്റ് ആയി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇതും പോയി നാറിപ്പോവും. ഓൾറെഡി നമുക്ക് കുറെ അവരുള്ളതുകൊണ്ട് അവന്മാർ ഇനിഷ്യലി ആദ്യമേ ആർമി ഉണ്ടാക്കും നമുക്കെതിരെ. സത്യം പറയട്ടെ, നമ്മള് പുഴുക്കും അവിടെ ചെന്ന്. എന്ത് പറയണോ നമ്മള് പോയ മറ്റേ ടാസ്ക് ഒക്കെ കഴിഞ്ഞ നിന്റെ അടുത്ത് മറ്റേ പെൺവേഷം കെട്ടി സാരി എടുത്ത് വന്നിരിക്കാൻ പറഞ്ഞാൽ നീ ഇരിക്കുവോ? എന്നെ കൊണ്ടൊന്നും പറ്റൂല. സത്യോടെ എന്നെ കൂടെ പോവാ. ഞാൻ പുഴുക്കും അവിടെ ഇരുന്നു. അവിടെ മാവന്മാര് ആദ്യത്തെ റൗണ്ടിൽ തന്നെ പുറത്താക്കിയിട്ട് ലൈവ് സ്ട്രീമിൽ വന്നിട്ട് പറയും നീ മറ്റേ ബിഗ് ബോസ് ഇത് പുറത്തായ വേണമല്ലേടാ എന്ന് പറഞ്ഞാൽ കമന്റിലൂടെ ഞാൻ കാണാം. അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റൂല കേട്ടോ, സത്യം പറയാലോ എന്നെ കൊണ്ടൊന്നും പറ്റൊന്നുമില്ല. അത് പറഞ്ഞു തീർന്നപ്പോ വന്ന വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് പെൺവേഷം ഗ്യാങ് ലീഡർ ലിച്ചായിരുന്നു. ഓ മൈ ഫക്കിംഗ് ഗോഡ്. TGL ഗ്യാങ് ലീഡർ റിച്ചാൻ. ഇതാണ് കോ-ലീഡർ. അല്ല മറ്റേവൻ ആ കോ-ലീഡർ അല്ലേ, ലീഡർ കൊമ്പനല്ലേ. എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ എന്താമോ. ഇവിടെ വാടി ചിതാരി എന്റെ
നോക്ക്. അവന്റെ ഇതൊക്കെ കാണണം. ഇഷ്. ഇതെന്തിന്? അമ്മായി ഈ തള്ള ഇപ്പൊ ഇതൊക്കെ ആയ മിക്സി മോഷണമൊക്കെ ആയ ഗ്രൈൻഡിങ് ഒക്കെ നിർത്തി. ഇവിടെ സാർ ജോലിപ്പോ സാർ മാഡം എനിക്കറിയത്തില്ലായിരുന്നു. നാളെ പോവാം. ഈ പിഴച്ച തള്ളക്ക് എന്തൊരു ബുദ്ധിയാടാ ഇത്. അല്ല അത് പറഞ്ഞിട്ടില്ലേ ഇതെങ്ങനെ വന്നതാന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പിന്നെ വരാന്ന് അപ്പഴേ കണ്ട്. സാർ മാഡം എനിക്കറിയത്തില്ലായിരുന്നു. ഈ തള്ള എടുത്ത് വെക്കുമ്പോ ഒരു 2 അടി മാറിക്കണം കേട്ടാ. എല്ലാം അടിച്ചോണ്ടോ വെക്കുന്ന സമയത്ത് സാധനം വെട്ടിക്കളയും ഇവര് കേട്ടാ. ജയിലിൽ നാളെ പോവാന്ന്. ഇതെന്തൊരിത് കാളിയോ? കാളിയായിട്ടല്ല എനിക്ക് തോന്നിയത്. ദൈവമായിട്ട് പറയണില്ല. വത്സ അല്ല വാസ് വത്സാണ്. ലെറ്റ്സ് ഹാവ് എ കാൻഡിൽ ലൈറ്റ് ഡിന്നർ. കൊള്ളാല്ലേ. സേജ് വിഷയമാടാ, സേജ് വിഷയമാടാ. സേജ് കിടല ഏജന്റ്. കണ്ടില്ലേ കണ്ട്. അത് ഇനി എന്തു ആവും, അത് എന്തോ ആവുമെന്ന് എനിക്കിനി അറിയാൻ പാടില്ല കേട്ടാ. പക്ഷെ അതിന് ഡാമേജ് ഭയങ്കര ഇതാണ്. 2 ബുള്ളറ്റ് കൊണ്ട് ആള് തീരും, ആ സാധനം തീരും. പക്ഷെ അത് ആംഗിള് ഹോൾഡ് ചെയ്ത് കൊടുത്തിട്ടേ ഇതിനെ വിട്ട് ഡിഫ്യൂസ് ചെയ്യിപ്പിച്ചാ. അല്ല ഞാൻ പറയാം ഹാർബർ ഇത് കൊടുക്കത്തെ കോംബോയാ. ഹാർബർ ഇതും ഹാർബറിന്റെ ഷീൽഡ് ഇട്ട് കൊടുക്കുക, പ്ലാൻ ചെയ്യിപ്പിക്കുക. ഗഡ്ലൈറ്റാണ്. അല്ല മാത്രമല്ല സ്മോക്കിനകത്തിട്ട് പിടിച്ചാലും അറിയില്ല പെട്ടെന്ന്. ഈ ഒരു സ്റ്റിയറിംഗ് വീലും പുതിയ ഗിയറും ഇത് നമ്മൾ ഓൾറെഡി കണ്ടല്ലേ. ഇത് ത്രസ്മാസ്റ്ററിനെ ചോക്കി POV. ഇതെന്ത് കേസാണ്? ഇതെന്തോ ചെയ്തു പറയട്ടെ, ഒരു കാര്യമില്ല. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുവാണ്. അല്ല, ഞാൻ അവിടെ കിടന്ന് ഫോണിൽ പണിയുവാണ്. അല്ല, അവൻ അവിടെ കിടന്ന് ഫോണിൽ പണിയുമായിരുന്നു. ഞാൻ വെറുതെ പോയി അവനെ മെക്കിട്ട് കയറി. മമ്മി താഴെ എന്തോ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. മമ്മി വിറകെടുത്തോണ്ട് വന്ന് ഇവ എണ്ണീറ്റ് ഓടി കട്ടില പേടിച്ചൂറി. അയ്യേ, ഞാൻ ആ കട്ടിലെ തന്നെ ധൈര്യത്തോടെ കിടന്നടാ. ഞാൻ നോക്കിയോ POV. ഐ റിമെമ്പർ ഹിറ്റിംഗ് മൈ ബ്രദർ ഫോർ ദ TV റിമോട്ട് അറ്റ് ഹോം. അടിയെടുത്ത് വീണ് കിടക്കുവാ കണ്ടില്ല. അവന്റെ ഇവിടെ അവനെ ഈയിടെയായിട്ട് ചെറുതായിട്ട് താടി വെക്കണം. ഈ സൈഡ് പറിച്ചിഞ്ഞെടുത്ത് ഞാൻ. അല്ല പിന്നെ അതാവ തൂത്തോട്ട് പോണേ. കടിച്ചൊന്നുമല്ല, പറിച്ചിഞ്ഞെടുത്ത് അത്ര എടുത്ത്. എല്ലാവർക്കും എല്ലാ കഴിവും കൂടെ ദൈവം ഒരുമിച്ച് കൊടുക്കില്ലല്ലോ. ഇതാരാ? ഓ പിന്നെ പാട്ടൊക്കെ പാടി നിധി നിധിയാ? ഞാൻ കോളേജ് പരിപാടിക്കൊക്കെ പോകും പാട്ട് പാടാൻ. കമ്പനിയാ. ഓ പിന്നെന്താ ഇപ്പൊ തന്നെ പാട്ട് പാടല്ലോ. ഈ പാട്ട് ഞാൻ പാട്ട് പാടുമ്പോഴത്തേക്ക് വേറൊരു മൈക്കാണ് യൂസ് ചെയ്യുന്നത്, അപ്പൊ ശബ്ദം മാറുവേ. അപ്പൊ അത് മൈൻഡ് ചെയ്യണ്ട. എന്ത് ചെയ്യാൻ പറ്റും?
ഹലോ ഹലോ ഈ സൗണ്ട് ഞാൻ എവിടെയോ നല്ല കേട്ട് പരിചയമുള്ള പോലെ. ഫ്ലാഷ് ബാക്ക്. എന്ത് ചെയ്യാൻ പറ്റൂടാ, ഞാനല്ല ഒരു പാട്ടുകാരനായിട്ട് അവർക്ക് ഞാൻ മാത്രല്ലേ ഉള്ളു, എന്ത് ചെയ്യാൻ പറ്റും. പോടാ കണ്ണാവേ, പോടാ. ഇത് അടിച്ചിറക്കട്ടെ, ഒരു മിനിറ്റ്. അടിച്ചിറക്കണ നീ, ഇറങ്ങ ഇറങ്ങ, വാ വാ വാ. വാ ഇറങ്ങി വാ, എന്ത് ഇറങ്ങി വാ. വിനീതിന്റെ പാന്റിന്റെ അടുത്ത് പോയി നിന്നിട്ട് ഇറങ്ങി വാ. ടക്കുടു നീ ഇറങ്ങി വാടാ. കിട്ടി 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 കിട്ടി, സാധനം കിട്ടി, സാധനം കിട്ടി, സാധനം കിട്ടി, സാധനം കിട്ടി. കിട്ടി കാണുമല്ലോ. ക്യാമിൽ ചാർജ് ഉണ്ടോ എന്നറിഞ്ഞൂടാ. ആ ക്യാം സീനായല്ലേ. അത് നീ ഇവിടെ പോകും വേണ്ടി. ഇത് മൊത്തം കാണണ്ടേ? ആ മൊത്തം കാണാം, മൊത്തം കാണാം. അതാ ഞാൻ പറഞ്ഞത്, അതെ കുട്ടി എന്റെ കാര്യം കേട്ടത്. 45 എന്റെ ആണ് കേട്ടത്, കൺഫേം ആണല്ലേ? കൊള്ളാം കൊള്ളാം. ഈ പാട്ട് ഇഷ്ടപ്പെട്ടു, ഈ പാട്ട് പാടി ആളെ ഇഷ്ടപ്പെട്ടു. ഓ വന്നു പോയോ? ക്യാം വീണ്ടും പോയോ? ഭാഗ്യം അത് കേട്ടില്ല. ഈ പാട്ട് ഇഷ്ടപ്പെട്ടു, ഈ പാട്ട് പാടി ആളെ ഇഷ്ടപ്പെട്ടു. ഓ അത്രേ ഉള്ള അത് അങ്ങനെ ആയിരിക്കുമല്ലോ. പാട്ട് കേട്ട ആളെ എനിക്ക് ഇഷ്ടപ്പെട്ട്. ഓ നല്ല വിഷമുണ്ടാവും, പോട്ടെ, എന്ത് ചെയ്യാൻ പറ്റും. ദൈവം കൊടുക്കില്ലല്ലോ കണ്ണാ, വീടാ പോട്ടെ, കുഴപ്പമില്ലടാ, കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല, സീനില്ല. പ്ലേയിങ് വാലറന്റ് വിത്തൗട്ട് കോൾ ഔട്ട് ഈസ് ഇൻ സ്ട്രെസ് 30 years old. എനിക്ക് ബർത്ത്ഡേ, നിങ്ങൾ ആരെങ്കിലും കോള് വിളിക്കും. എനിക്കത് പറ്റൊന്നുമില്ല. എനിക്ക് ഞാൻ തള്ളിപ്പോയി ചത്തോളാം. നിങ്ങൾ ആരെങ്കിലും കോൾ വിളിക്കും, നിങ്ങൾ എന്തോ വെച്ചാൽ ചെയ്തോ. എനിക്ക് തീരെ താല്പര്യമില്ല. നിങ്ങൾ എന്തോ വെച്ചാൽ ചെയ്തോ. ഇത് ചിരിക്കണ മണവാളായിരുന്നു, ചിരിക്കും. നീയൊക്കെ നിനക്കടാ ഇതുവരെ ഒരു മസാജെങ്കിലും ചെയ്യാൻ പറ്റിട്ടുണ്ടോ നിനക്ക്? അവരിത് ചിരിക്കണം. വയ്യടേ ഒന്ന് കാണാൻ. നീയൊക്കെ ഇരുന്ന് ചിരിക്കേ. ഈ വിരല ഈ സത്യം പറഞ്ഞ ഇവൻ ആ ചെറുക്കനെ ഇട്ട് പീഡിപ്പിക്കുക. അവൻ ഉറങ്ങാൻ കിടന്ന ശംഖുമുഖാനം കേറി അവന്റെ തലമണ്ടയിലിരിക്കും. സത്യം സത്യം. അവൻ വണ്ടി ഓടിച്ചൊരു വളവ് തിരിഞ്ഞാ പറയും, നീ വാലന്റീന റോസിയാണോ മൈരേനെ പറഞ്ഞ് തലക്കിട്ടൊരടി. ഞാൻ പറയട്ടെ ജോക്കി, ഞാൻ പറയട്ടെ ഇവന്റെ അഹങ്കാരം ഞാൻ പറഞ്ഞുതരാം ജോക്കി. ഇവൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഇവന് അഹങ്കാരം ഇളകും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ നെഞ്ചത്ത് കയറിയിട്ട് CPR കൊടുക്കും. നെഞ്ചത്ത് കയറി CPR. അപ്പൊ അവൻ റെഡിയാവും. പിന്നെ കുറച്ചു നേരം ഇത് എന്തോ കാര്യം അറിയാമോ, ഇത് സത്യം പറഞ്ഞ മമ്മി കയറി വന്നതുപോലെ അതിനാ ജോക്കി. ഇവൻ അവിടെ അല്ലല്ല ഇവൻ കട്ടിലെ കിടന്ന് റീൽസ് കണ്ടോണ്ടിരിക്കുവായിരുന്നു. 3-4 വട്ടം ഒരേ റീൽസ് തന്നെ പ്ലേ ചെയ്തോണ്ടിരുന്നത്. ആ ശബ്ദം കേട്ടിട്ട് ഇതുവരെ ലോകത്ത് ഇവനെ കണക്കൊരു സത്യസന്ധനെ കണ്ടിട്ടില്ല. സത്യം വിനീതിനെ സത്യസന്ധം പുണ്ടയാണ് കേട്ടാ. എന്ത് ചോദിച്ചാലും മമ്മി എന്ത് ചോദിച്ചാലും ഫോൺ വിളിച്ചിട്ടേ. അവൻ രാവിലെ എണ്ണീറ്റായിരുന്നോ? ഓ ഇല്ല ഇപ്പോഴും ഉറക്കവാ. കറക്റ്റ് എന്തുണ്ടോ അതേപോലെ പറയും. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ല ഇവനെ ഇത് കട്ടിലെ കിടന്ന് ഇവൻ ഒരേ റീൽസ് തന്നെ 3 വട്ടം പ്ലേ ചെയ്തോണ്ടിരുന്നു. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പോയിട്ട് അവന് CPR കൊടുത്തു. CM അപ്പുറത്തുണ്ട്. CM അപ്പുറത്തുണ്ട്. ഹേ ചന്തിമുഖൻ ഹേ CM ഇവൻ അവിടെ ഞാൻ പോയി CPR കൊടുത്തപ്പോ സൗണ്ട് കേട്ടു. മമ്മി വന്നിട്ട് പറഞ്ഞു ഇനി ഇവിടെ വേളം വെച്ച 10 അറിയുമെന്ന് പറഞ്ഞു. അതാണ് 10 എടുത്തോ. ഇത് വിഷയം കേട്ട. ഇത് പക്ഷെ എന്റെ അമ്മു നമുക്ക് കിടില സാധനം കേട്ടോ. ഇത് ഒരു രക്ഷയില്ല ബ്രോ. ഇത് എങ്ങനെയാണ് നിന്റെ ഇത് വായിക്കുന്ന? ഹെർഷലെസ്റ്റർ
ബ്രോ അടിപൊളി അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടാ, ഒരു രക്ഷയില്ല, കിടിലൻ സാധനമാണ്, കിടിലൻ, ഒന്നും പറയാനില്ല. ഇത് ഞാൻ ഇന്ന് മെസ്സേജേ ഉള്ളൂ ഞാനിന്ന്. ലൈവിലുണ്ടെന്നാ CM ആരാ? CM ആണ് ബൂഷിഫ്റ്റ് CM 12.2K വാച്ചിങ് എല്ലാവർക്കും സ്ട്രീം ഹോമി ആഫ്റ്റർ വാച്ചിങ്. നമ്മുടെ കയ്യിലിരിക്കുന്നതാണ് ഏറ്റവും വലുത് എന്ന് സത്യം കേട്ടോ, നമ്മുടെ കയ്യിലിരിക്കുന്നതാണ് ഏറ്റവും വലുത്, നമ്മുടെ കയ്യിലിരിക്കുന്നതാണ് ഏറ്റവും കിടല് എന്ന് വിചാരിക്കും. സത്യം അണ്ടിൽ നമ്മൾ ബെറ്റർ ആയിട്ടുള്ളവരുടെ കാണുന്നത് വരെ സത്യം അല്ലേ? എല്ലാ കേസിലും അങ്ങനെയൊക്കെ തന്നെയാ. നമ്മളെപ്പോഴും വിശ്വസിച്ചിരിക്കും നമ്മുടെ കയ്യിലുള്ളതാണ് പൊളി, നമ്മുടെ കയ്യിലുള്ളതാണ് കിടിലെന്ന്. പക്ഷെ അതിനപ്പുറത്തേക്കുള്ളതാണ് ദാറ്റ്സ് ലൈഫ് ഗൈസ്. അതെ റിയലൈസ് ഇറ്റ്. ഓക്കെ, അങ്ങനെ വിശ്വസിച്ചിരിക്കരുത് കേട്ടാ, ദയവ് ചെയ്ത്, ഭയങ്കര പ്രശ്നമാണ്. ഓ ഔട്ട്ലൈൻ കണ്ടപ്പോഴേ മനസ്സിലായി. നൈസറാ പഠിച്ചു തരുന്നേ ഉള്ളൂ. സെറ്റ് ആയിട്ട് വരട്ടെ. എടാ നിനക്ക് ഞാൻ റിപ്ലൈ തന്നതാടാ, നിനക്ക് ഞാൻ റിപ്ലൈ തന്നതാണ്. ഇവനെ റിപ്ലൈ തരുമ്പം ഇവൻ വേറെന്തോ ചോദിക്കും, അന്നേരം വീട്ടിൽ ഞാൻ റിപ്ലൈ കൊടുക്കും, അന്നേരം പിന്നെ അവൻ എന്തോ ചോദിക്കും. അതെങ്ങനെ സ്ഥിരമായിട്ട് പൊക്കോണ്ടിരിക്കുക. പിന്നെ 10 ദിവസം കഴിഞ്ഞായിരിക്കും ഞാൻ അടുത്തത് കാണുന്നത്. കിട്ടി. എന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാം, നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. കേട്ടോ ഏതൊക്കെയാ നമുക്ക് കേൾക്കാം. എന്റെ ഭാര്യ ഭയമില്ലാത്തവളായിരിക്കണം, എന്നെ പോലെ. അത് കുഴപ്പമില്ല, നല്ലൊരു നിബന്ധനയാണ്. പുള്ളിയെ പോലെ ഭയമില്ലാത്തവളായിരിക്കണം. ഇനി എന്റെ രണ്ടാമത്തെ നിബന്ധന, പറ. എന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന എന്റെ ഭാര്യയ്ക്ക് യാതൊരു തരത്തിലുള്ള ചിന്താശേഷിയും പാടില്ല. എന്തോന്ന്? എന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന എന്റെ ഭാര്യയ്ക്ക് യാതൊരു തരത്തിലുള്ള ചിന്താശേഷിയും പാടില്ല. യാതൊരു തരത്തിലുള്ള ചിന്താശേഷിയും പാടില്ലെന്നാ? എന്നാ പിന്നെ തനിക്ക് റോബോട്ടിനെ കിട്ടിയ പോരെ. ഇനി മൂന്നാമത്തെ നിബന്ധന, എന്റെ ഭാര്യ സുന്ദരിയായിരിക്കണം, ചെറുപ്പക്കാരിയായിരിക്കണം, ഒപ്പം നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം. ഭർത്താവിന് വേണ്ടി ജോലി ചെയ്ത് അവള് ജീവിച്ച് മരിക്കണം. സുന്ദരി, ചെറുപ്പം, ആരോഗ്യം, ഭർത്താവിന് വേണ്ടി ജോലി ചെയ്ത് ജീവിച്ച് ഡെഡ് ആകണം. ഓക്കെ, ഇതാണ് ഭാര്യമാർ ചെയ്യേണ്ട കാര്യങ്ങൾ. നിങ്ങൾ എന്താ വിചാരിച്ചത്? ജോലിക്ക് പോകണമെന്നോ? ഈ പുള്ളിയോട് ചോദിച്ചോക്കെ, ഈ പുള്ളി പറയാം ഭാര്യ എന്ത് ചെയ്യണമെന്ന്. ജീവിച്ച് മരിക്കണം. പിന്നല്ല മോനെ, പിന്നല്ല. അടുത്ത നിബന്ധന, വരാൻ പോകുന്ന ഭാര്യയ്ക്ക് എന്റെ ബെഡ്റൂമിലോ മനസ്സിലോ ഒരിക്കലും സ്ഥാനമുണ്ടായിരിക്കില്ല. ബെഡ്റൂമിലും മനസ്സിലൊന്നും സ്ഥാനമുണ്ട്. ഞാനിതിനെ കല്യാണം കഴിക്കല്ല. ഇയാൾ ആര്? അംബാനിയാ? ഇത് എന്താ ഉള്ളത്? എനിക്കറിയത്തില്ല. ഈ സീരിയല് പൈസ ഉണ്ടോ ഇയാൾക്ക്? എന്താ സംഗതികളല്ലേ ബെഡ്റൂമിൽ പോലും. എടാ മനസ്സിലായ, ബെഡ്റൂമിൽ പോലും സാധനം ഉണ്ടാവല്ലോ. ഇനി ഏഴാമത്തെ, ഇത് മറ്റേ കളിപ്പുര അണ്ണ ഉണ്ടായിരുന്ന അമ്മമ്മയുടെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങേറെ. മറ്റേ സ്വാസിക ഇങ്ങേറെ നമ്മളോടൊരു സീരിയൽ നിബന്ധന കേൾക്കാനുള്ള ശേഷി ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇത്രയും കേട്ടപ്പോ തന്നെ മതി. ഇനിയിപ്പോ ഏഴാമത്തെ നിബന്ധന കേൾക്കാനുള്ള ശേഷി അവർക്കും ഇല്ല, എനിക്കും ഇല്ല. ഇത് കാണുന്ന ആർക്കും ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. ഒരുമിച്ച് ജീവിക്കാം, ഒരുമിച്ച് സന്തോഷിക്കാം, പരസ്പരം താങ്ങും തണലുമായി നടക്കാം. ഇങ്ങനെയുള്ള പാഴ്വിചാരങ്ങളും ഒന്നും ആർക്കും വേണ്ട. അതാണ് ഞാനും ആലോചിക്കണേ. ഇവ എന്തിനാണ് അങ്ങനെ പെണ്ണിനെ എന്തിനാണ് കൊണ്ടുവരുന്നേ? ഇവന്റെ ഈ പറഞ്ഞ ആവശ്യം ഞാൻ പറഞ്ഞുതരാം. അതെന്തോ രുദ്രൻ എടാ, ഇത് എന്തോ അറിയാവോ, ഈ സീരിയലിന്റെ പ്രശ്നം എന്താന്ന് പറയാ, ഇവന്റെ ഫാമിലി ബന്ധിപ്പിച്ച് വേറൊരു പെണ്ണിനെ കെട്ടിപ്പിക്കുക, മനസ്സിലായ? ഇവന് ആൾറെഡി ഒരു ഭാര്യ ഉണ്ട്. അപ്പം വരുന്ന പെണ്ണിനെ ഒരു രീതിയിൽ ഇവൻ സമ്മതിക്കത്തില്ല, മനസ്സിലായ? അല്ല, ഒരു ഭാര്യ ഉണ്ടല്ലോ, പിന്നെ എന്തിന്റെ കുഴപ്പമിന്? എടാ, ഇത് കുടുംബം നിർബന്ധിച്ച് കെട്ടിക്കുന്നതാണ്. അതോ ലോകം ഗാങ്സ്റ്റേഴ്സ് ഇവിടെ സീരിയലിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അല്ല, എന്നോട് ഒരു ഭാര്യ ഉണ്ടല്ലോ, പിന്നെ എന്റെ പൊന്ന് ബാബു, നിനക്ക് പറയുന്ന മനസ്സിലാവുന്നില്ല. ഒരു ഭാര്യ എല്ലാരും നിർബന്ധിക്കുന്നില്ലല്ലോ എനിക്കൊരു ഭാര്യ ഉണ്ടായിട്ട്. ഭാര്യയുണ്ട്, പക്ഷെ ഇവൻ ഭയങ്കര പൈസക്കാരനായോണ്ട് ആ ഭാര്യയെ കുടുംബക്കാർക്ക് ഇഷ്ടമല്ല. അപ്പൊ കുടുംബക്കാര് വേറൊരു പെണ്ണിനെ കൂടെ കൊണ്ടുവന്നിട്ട് പറയും നീ ഇവളെ കൂടെ കെട്ടണോന്ന്.
അതിപ്പോ അത് പറ്റത്തില്ല. അപ്പൊ അവൻ കുറെ നിബന്ധനകൾ വെക്കും. എന്നെ തൊട്ടുകൂടാ, എന്നെ കടിച്ചുകൂടാ, എന്റെ കൂടെ കിടന്നുകൂടാ, ഇതൊക്കെ നിബന്ധനകളാണ്. അത്രേ ഉള്ളൂ. അല്ല അപ്പൊ ആ പെങ്കൊച്ചിന്റെ ആഗ്രഹങ്ങളൊക്കെ ആര് തീർക്കും? കല്യാണം അത് കഴിഞ്ഞിട്ട് നീ പോയി തീർക്കില്ല. ആഗ്രഹമായിരുന്നു. ഇങ്ങനത്തെ കോൺസെപ്റ്റ് ശരിയല്ല. ശരിയല്ല. ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഇറങ്ങി പൊടി ഓടുന്നു എന്റെ വീട്ടിൽ. സൈക്കോ 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 സൈക്കോ. ഇതാണ് നിങ്ങൾക്ക് വരാനുള്ള വഴി. ഓക്കെ ഓക്കെ, ഇതാണ് വഴി. പക്ഷേ എന്റെ നിബന്ധനകൾ പാലിക്കുമെന്ന് എനിക്ക് സത്യം ചെയ്തു തരാൻ നിങ്ങൾ ഈ കുപ്പിച്ചിലിന് മുകളിലൂടെയാണ് നടന്നു വരേണ്ടത്. പിന്നല്ല മോനെ, എന്നെ അങ്ങനെ ഇങ്ങനെ ഒന്നും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റത്തില്ല. ഞാൻ പറയുന്ന ടാസ്കുകൾ, ഞാൻ പറയുന്ന നിബന്ധനകൾ ആദ്യം നിങ്ങൾ ശരിവെച്ചിട്ട് പിന്നെ 7ാമത്തെ ടാസ്കാണ് അൾട്ടിമേറ്റ് ടാസ്ക്. ഇതിന്റെ കൂടെ മേളിൽ കൂടി നടന്നു വന്നാലും നിങ്ങൾക്ക് എന്നെ സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ. ഈ എന്നെ സുന്ദരനും സുമുഖനും സുശീലനും പൈസക്കാരനും എല്ലാം എന്നെ സ്വന്തമാക്കണമെങ്കിൽ ഇത്രയും നിങ്ങൾ ചെയ്യണം. എനിക്ക് സത്യം ചെയ്തു തരാൻ നിങ്ങൾ ഈ കുപ്പിച്ചിലിന് മുകളിലൂടെയാണ് നടന്നു വരേണ്ടത്. ഇത്രയും മാസ് ഡയലോഗ് ചെയ്യണല്ലോ. ആരെങ്കിലും ഒക്കെ വരണ്ടയാണ്. ആരെങ്കിലും വരണം. കമോൺ, ആരെങ്കിലും വരൂ പ്ലീസ്. അതാ കേക്കുമായിട്ട് വരുന്നു. അവളെത്തി ഗുരുതരമായ പാതയിലൂടെ. ഒരു മനുഷ്യനെ ഏറെ വിടാണ്ട് ഇത്ര നിബന്ധനകളും ഇത്രയും മാസ് ഡയലോഗ് അടിച്ചു കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് നാണമുണ്ടോ ഒരു കേക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അങ്ങനെ മോന്തൊക്കെ വന്ന് പൊത്താൻ? ഇവിടെ എല്ലാ വിലയോടെ പോയില്ലേ? ജീവിച്ചും മരിക്കണം. കേക്ക് ഉരുട്ടൊരു നോട്ടമുണ്ട് പുള്ളിയുടെ. അതേ വേണോ? പാവോടെ എന്റെ അമ്മോ, ഇത്ര ഡിമാൻഡ് പറഞ്ഞിട്ട് അവസാനമേ ചന്തി പോലെ ഇരിക്കണം. ഒറ്റാരിയാണ് മുഖത്ത് കേക്കിന് അറിഞ്ഞാൽ. അയ്യോ, ഗൂഗിളില് ഡെനിം സെർച്ച് ചെയ്യാൻ പോയിട്ട് ദില്ല് വരെ അറിയാതെ അടിച്ചു. അപ്പൊ തന്നെ അണ്ണനെ കിട്ടി. ദില്ലും ദിനേശൻ AK ഈഗിൾ ഗെയിമിംഗ് നെറ്റ് വർത്ത് എത്ര? നെറ്റിന്റെ നെറ്റ് വർത്ത് എത്ര? Eagle Gaming extremely passionate about leaving his mark on the web of his, but he had several difficulties on his trip. Electronics. His monthly income is reportedly between $50,000 to $60,000. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. $50,000 ഇൻ റുപ്പീസ് 40,87,000. എടേ ഇത്ര ഇതെന്റെ ഇതെനിക്ക് മന്ത്ലി ആയിട്ട് ആരെങ്കിലും തന്നാ ഞാൻ ലൈവ് നിർത്തി, ഞാൻ ലൈവ് പോലും വരത്തില്ല. ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിച്ചോളാം. ഞാൻ 2 മാസം എന്റെ അമ്മ 2 മാസം തന്നാ മതി. ഒരു 2 മാസം തന്നാ മതി. 2 മാസം ഈ ഒരു 40 ലക്ഷം രൂപ വെച്ച് ഒരു 2 മാസം തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ നാട് വിട്ട് പോക്കോളാം. ഞാൻ ഇവിടെ പ്രദേശ് ഡി ബ്രിട്ടോ അവൻ ഇരിക്കുന്ന കാർ നോക്കിയേ, റോൾസ് റോയ്സിൽ നിൽക്കണ്. ഇവന്റെ ആണോ? ഡേ ഇവനെ കണ്ടുപിടിച്ചിട്ട് എനിക്ക് 2 മാസം തരാൻ പറഞ്ഞാൽ ഞാൻ പിന്നെ ലൈവ് പോലും എടുത്ത കരിയർ ഞാൻ പിന്നെ നിങ്ങൾക്ക് എന്നെ കാണേണ്ടി വരില്ല. 80 ലക്ഷം രൂപയായിട്ട് ഞാൻ സുഖമായിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കും. എന്റെ അబ్బോ, എന്തൊക്കെ കാണണോടെ. അതെ 1-2 കൊച്ചു കുടുംബമൊക്കെ ആയിട്ട് ഞാൻ വല്ല ബാങ്കോക്കിലോ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ മറ്റേ കൂട് കൂട്ടി ജീവിച്ചോളാം. സീൻ ഇത് വിഷയം കേട്ടോ. ഇത് ആർട്ടിസ്റ്റിക്സിന്റെ വിഷയം വർക്കായിരുന്നു കേട്ടോ. ഇത് കിടിലം വർക്കായിരുന്നു. എന്റെ അമ്മോ, പൊളി.